ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും തീരെ വയ്യ, സൗണ്ടൊക്കെ അടഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ജലദോഷം, ചുമ, തലവേദനയാണ് മെയിൻ. അപ്പോൾ ഒന്ന് ചിറയൻകീഴ് ഹോസ്പിറ്റൽ വരെ പോയതാണ് കേട്ടോ. അങ്ങനെ OP എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് ഞാൻ. നല്ല വയ്യെങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ തീരെ വയ്യാഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയി കാണിച്ചു. ചൂടുവെള്ളത്തിൽ ആവി പിടിക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ ടാബ്ലറ്റും മരുന്നൊക്കെ എഴുതി തന്നായിരുന്നു കേട്ടോ. കുറവില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ജനറൽ OPയിൽ വന്നൊന്ന് കാണിക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കേട്ടോ കാത്തുമ്മയ്ക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. എൻ്റെ സ്ഥലം വന്നിട്ട് പെരുങ്കുഴി. അപ്പോൾ ഇവിടുത്തെ ചിറയൻകീഴ് ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ്. ഞാൻ അവിടെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ കഴിഞ്ഞിട്ട് ഏഴാം മാസത്തെ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെയാണ് കേട്ടോ കാണിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2024 ഞാൻ കാത്തുമ്മയെ പ്രസവിച്ചത്. അപ്പോൾ അന്നേരം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ബിൽഡിങ്ങും ICUയും ഓപ്പറേഷൻ തിയേറ്ററൊക്കെ അന്നാണ് വന്നത് പുതിയതായിട്ട്. അതിനുശേഷം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, പഴയ ICU ഒക്കെ താഴെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കുവാണ്. ആ വീഡിയോസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഞങ്ങളൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോയായിരുന്നു കേട്ടോ, എൻ്റെ മുടി ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വന്നേക്കാം, നമുക്ക് വയ്യാതെ കിടന്നിട്ട് മുടി വെട്ടണോ എന്ന്. മനുഷ്യനല്ലേ പിള്ളേ, ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ. അങ്ങനെ ഇനിയിപ്പോൾ 2-3 കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് ലെവലാക്കാമെന്ന് അങ്ങനെ പോയതാണ് കേട്ടോ. ആ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം കാത്തുമ്മ ഫുൾ അലമ്പായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലിരുന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ആ മുടിയൊക്കെ വെട്ടി വന്നതിന് ശേഷം ഞങ്ങൾ ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയായിരുന്നു കേട്ടോ. ഈ കോലത്തിലാണ് ഞാൻ തിരിച്ച് വന്നത്. തീരെ വയ്യാഞ്ഞിട്ടാ മുഖമൊക്കെ അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.